ഈ ഐസ്ക്രീം ചെയ്തെടുക്കാനായിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ കയ്യിൽ എല്ലാവരുടെ വീട്ടിലും കാണുന്നതാണ് ഫ്രഷ് ക്രീം. ഫ്രഷ് ക്രീം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഇത്. എല്ലാ ഫ്രൂട്ട്സിലും നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ എളുപ്പത്തിൽ ഒരു 3-4 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിന് ബീറ്ററോ ഒന്നും ആവശ്യമില്ല. നമുക്കിത് മിക്സി ജാറിൽ തന്നെ അടിച്ചെടുക്കാനായിട്ട് പറ്റും. ടേസ്റ്റും അടിപൊളിയാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്കിത് വളരെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചക്കപ്പഴം, നന്നായിട്ട് പഴുത്ത ചക്കപ്പഴം വേണം നമ്മളിതിന് എടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് പഴുത്താൽ മാത്രമേ ആ ടേസ്റ്റ് നല്ല ഫ്ലേവറും നമുക്ക് കിട്ടുകയുള്ളൂ. ഐസ്ക്രീമിന് നമ്മൾ പൊതുവേ ഏത് ഫ്രൂട്ട് എടുത്താലും നന്നായിട്ട് പഴുത്തത് മാത്രമേ എടുക്കാവുള്ളൂ. ഇപ്പോൾ ചക്കപ്പഴമെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അകത്തെ കുരുവെല്ലാം മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ ചെറിയ ചെറിയ പീസാക്കി നമുക്ക് ഇതിനെ അരിഞ്ഞ് ഇതുപോലെ എടുക്കാം. അപ്പോൾ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഈ അരിഞ്ഞ് വെച്ചത് കുറച്ച് ചക്കപ്പഴം എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ടോപ്പിംഗ് ആയിട്ട് ഇടാനായിട്ട് വേണ്ടി മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ അരിഞ്ഞു വെച്ച ചക്കപ്പഴമെല്ലാം ഒരു ജാറിനകത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ വേറെ ഒന്നും ചേർക്കാതെ, വെള്ളം ഒന്നും ചേർക്കേണ്ട, ഇതിൽ ജസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് 1 ടിൻ ഫ്രഷ് ക്രീം ഫുള്ളും വേണ്ടി വരും. ഈ ഒരു ഫുള്ളും നമ്മൾ യൂസ് ചെയ്യാൻ പോകുകയാണ്. ഫ്രഷ് ക്രീം ഇപ്പോൾ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഇപ്പോൾ നമുക്കിതിനെ നന്നായിട്ട് അടിച്ചെടുക്കാം. അതിൻ്റെ അടുത്തതായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ മധുരം ആവശ്യം അതനുസരിച്ച് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി. മിൽക്ക് മെയ്ഡ് ചേർക്കപ്പോൾ നമുക്ക് വേറെ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും. പഞ്ചാര ചേർക്കുന്നതിനേക്കാളും നല്ലത് മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണ്. അല്ല, മിൽക്ക് മെയ്ഡ് നമ്മളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. നോർമലായിട്ട് നമ്മൾ ഐസ്ക്രീം ചെയ്യുമ്പോൾ ബീറ്റർ യൂസ് ചെയ്ത് വിപ്പിംഗ് ക്രീം അടിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. ബീറ്റർ കയ്യിലില്ലാത്തവർക്ക് നമുക്ക് ഇതുപോലെയും ചെയ്തെടുക്കാം. നമ്മൾ നോർമൽ ഐസ്ക്രീം പോലെ തന്നെ വരും. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഫ്രീസർ സേഫായിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് പ്ലാസ്റ്റിക്കിൽ മാക്സിമം വെക്കാതിരിക്കുക. ഗ്ലാസ് ജാർ ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സ്റ്റീൽ ബൗളിൽ വെക്കാം. ഇപ്പോൾ നമുക്കത് ബൗളിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രീസറിൽ ഒരു 3 തൊട്ട് 4 മണിക്കൂർ വരെ വെച്ചാൽ തന്നെ നമുക്ക് സൂപ്പറായിട്ട് ഇത് സെറ്റായി കിട്ടും. വിപ്പിംഗ് ക്രീം കയ്യിലില്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ക്രീം വെച്ച് ചെയ്ത് നോക്കാമോ എന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അടിപൊളിയായിട്ട് കിട്ടി. എല്ലാവരും ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ ചെറിയ പീസൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ടോപ്പിങ്സ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചോക്കോ ചിപ്പോ അല്ലെങ്കിൽ ചോക്ലേറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് മുകളിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ആ ഫ്രൂട്ട് തന്നെ വെച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു ഫ്രീസറിൽ 3 മണിക്കൂർ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ്. അത്യാവശ്യം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു പരുവത്തിൽ മതിയായതുകൊണ്ട് ഞാൻ ഒരു 2 മണിക്കൂർ മാത്രം വെച്ചിട്ടെടുത്ത്. നന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ 5 തൊട്ട് 6 മണിക്കൂർ വരെ നമ്മൾ നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്താൽ നമ്മൾ നോർമൽ ഐസ്ക്രീം പോലെ അത്രയും നല്ല കട്ടിക്ക് നമുക്ക് ഫ്രീസായി കിട്ടും, നല്ല സെറ്റായി കിട്ടും. അതേപോലെ തന്നെ നമുക്കിത് ചക്കപ്പഴം അല്ലാതെ മാങ്ങ വെച്ചിട്ടുണ്ടാക്കാം, പേരയ്ക്ക വെച്ചിട്ടുണ്ടാക്കാം, അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം വെച്ചുണ്ടാക്കാം. അതുപോലെ ഏത് ഫ്രൂട്ടായാലും നമുക്ക് ഇതുപോലെ ഐസ്ക്രീം സെറ്റാക്കി എടുക്കാം. ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.